നമ്മുടെ പ്രേമലുവിൻ്റെ റീമേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ടീസർ റിലീസായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനത് കണ്ടു. സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി കേട്ടോ. പ്രേം കിട്ടാണോ അങ്ങനെയാണ്ട സാധനത്തിൻ്റെ പേര്. ടീസർ ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. പ്ലേ ചെയ്ത അമ്മമാർ കോപ്പിറൈറ്റും കോപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി തരും. കാരണം നമ്മൾ ഈ കെഴുത്തുമല്ലേ. ഈ നായകനായിട്ട് അഭിനയിക്കുന്ന സഹോദരൻ എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ അയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇയാൾക്കെന്താ വയ്യേ? എന്തൊക്കെയോ ഈ ഇവന്മാര് മേക്കപ്പ് കൊടുത്തതിൻ്റെ അകത്ത് ഈ പ്രേമലുവിൻ്റെ അകത്തെ മമിതാ ബൈജുവിൻ്റെ മേക്കപ്പ് ഇവിടുത്തെ നായകനെ കൊടുത്തിരിക്കുന്നത് ഒരുമാതിരി ഡോറ ബുജിയുടെ പോലത്തെ മുടിയൊക്കെ ഇട്ട് വലിയ ഹീറോ കളിക്കുന്ന ആളിയാൽ. ഈ ബോളിവുഡ് ദുരന്തങ്ങൾ ആരണ്ടാണ് ഇതൊക്കെ. ബുക്ക് മൈ ഷോയ്ക്കകത്ത് ചെക്ക് ചെയ്തപ്പം ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇത് കാണൂടെ? ഭാവന സ്റ്റുഡിയോ ആണ് പ്രസൻസ്. ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോടീശ്വരൻ അറ്റ്ലീസ്റ്റ് പ്രേമലു ഒന്ന് കണ്ടിട്ടല്ലോ ഇയാൾക്കൊന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൂടെ? അതെന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് കട പിടിക്കുന്ന രീതിയിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ സെലക്ട് ചെയ്താൽ മതിയില്ലേ. ഒരു സിനിമ എങ്ങനെ വൃത്തികേടാക്കാം എന്നുള്ളതിൻ്റെ അകത്ത് ഗവേഷണം എടുക്കുന്നവരാണ് ബോളിവുഡുകാർ. നാട്ടിൽ എവിടെയെങ്കിലും ഒരു സിനിമ വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എടുക്കും. അവിടെയുള്ള മന്ദപ്പന്മാരെ വെച്ചുകൊണ്ട് ഒരു പടം ചെയ്യും. ഒരു നായകൻ, 4 നായിക, പിന്നെ കുറേ പാട്ട്, കുറേ റീമിക്സ് പാട്ട്. പഴയ ഹിന്ദി പടങ്ങളുടെയൊക്കെ പാട്ടെടുത്തിട്ട് അതിൻ്റെ റീമിക്സ് കയറ്റിയിട്ട് റിക്രിയേറ്റ് ചെയ്യുകയാണ്. കുറച്ച് ബീറ്റിംഗ് കയറ്റി. പിന്നെ ഇവന്മാർ കാണിക്കുന്ന അപരാധങ്ങൾ ചുവന്നേരം അഭിനയിക്കും, അതുമില്ല. കിടന്ന് കാണിക്കുന്ന നമ്മൾ കണ്ട് സഹിക്കേണ്ടി വരും. പിന്നെ ബോഡി ഷേമിങ് കോമഡികൾ, വെറുപ്പിക്കുന്ന ഓഞ്ഞ കോമഡികൾ, നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കോമഡികൾ. ഇവരുടെ നാട്ടിലൊക്കെ പിന്നെയും കുറച്ചൊക്കെ ഓടുമായിരിക്കും. ഇത് പിന്നെ വേൾഡ് വൈഡ് പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇറക്കുന്നതുകൊണ്ട് എവിടെ നിന്നൊക്കെ കിട്ടും. പക്ഷെ സഹിക്കാവുന്നതിലപ്പുറം. പ്രേമലു കണ്ട് 3-4 തവണ ഞാൻ കണ്ടിട്ടുണ്ട് പടം. ആ പടത്തെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. ഈ ഭാവന സ്റ്റുഡിയോയ്ക്ക് ഇത്രയും ദാരിദ്ര്യമായിരുന്നോ ഈ ഒരു ടീമിന് ഇത് കൊടുക്കാൻ വേണ്ടി? കേരളത്തിലുള്ള നിങ്ങളുടെ പടം കണ്ട് വിജയിപ്പിച്ച പ്രേക്ഷകരോട് എന്ത് ക്രൂരതയാണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ല ടീമിനെല്ലാം കൊടുക്കത്തില്ലായിരുന്നു. ലൂസിഫറൊക്കെ ഇറങ്ങിയിട്ട് ആ ചിരഞ്ജീവിയും കൂട്ടരൊക്കെ കിടന്ന് കാണിച്ചെന്തൊക്കെയായിരുന്നു. വെറുപ്പിച്ച് പണ്ടറടക്കി കളഞ്ഞു. ഇതൊരു സംശയമില്ല, പ്രേം കിട്ടാണോ ഇത് അടുത്തൊരു അപരാധത്തിൻ്റെ ഉള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. 99% ഈ പടം ഫ്ലോപ്പായിരിക്കും. പിന്നെ 1% ഉള്ളൂ ഒരു സക്സസിനുള്ള കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ വേൾഡ് വൈഡും പാൻ ഇന്ത്യൻ റിലീസൊക്കെ പറഞ്ഞ് ആരെല്ലാം തിയേറ്ററിൽ കയറി പടം കണ്ടാൽ ഇവർക്ക് ചിലപ്പം മുടക്കി മുതലെങ്കിൽ ഊരി പോരും. എന്തൊക്കെ കാണിക്കുന്ന നമ്മുടെ എല്ലാം എടുത്തുകൊണ്ട് വെറുപ്പിച്ച് വൃത്തികേടാക്കുക. എന്തിന്? ട്രോളർമാർക്ക് വലിച്ചു കീറാനുള്ള ഈ സംഗീതന്റെ ക്യാരക്ടർ തന്നെ കണ്ടില്ലേ? അയാളൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നത്? പണത്തിന് മേലെ പരുന്തം പറക്കലിനുകൊണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റും എല്ലാവരും മറയ്ക്കും. വിഷമമുണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ വൃത്തികേടാക്കി ഒരു സിനിമ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? എന്തോ നേർച്ച പോലെയാണ് ഇവിടുത്തെ പടങ്ങളെല്ലാം എടുത്ത് കൊണ്ട് അവിടെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് അത് വെറുപ്പിച്ച് പണ്ട കിടക്കുക. ചില പടങ്ങൾ ഇതെല്ലാം എടുത്ത് ചെയ്ത് വെറുപ്പിച്ച് ചിരഞ്ജീവിയുടെ പടമൊക്കെ ചിലപ്പം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു വേൾഡ് വൈഡ് പാൻ ഇന്ത്യൻ റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളിവിട്ട് ഇവരുടെ ആൾക്കാർ, ഇവരുടെ ആരാധകർ, അണികൾ, ഭക്തർ കയറി കഴിയുമ്പം മുടക്കിയ മുതലൊക്കെ ഇവർക്ക് കിട്ടിക്കാണും. മോഹൻലാലിന്റെ ലൂസിഫർ കണ്ട ഏതൊരു വ്യക്തിക്കും ചിരഞ്ജീവിയും കൂട്ടർ തെലുങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന ലൂസിഫർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കില്ല. അയാൾ എന്തൊക്കെയാ, അയാളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഇതുപോലെ ഈ പ്രേമലുവിന്റെ ഈ നായകൻ ഇയാളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ഇവരുടെ തന്നെ തണ്ണീർമൊത്തം ദിനങ്ങൾ ആ പടം ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞല്ലോ, ചെറുക്കൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നല്ല പ്രായമുണ്ടല്ലോ ഇയാളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല. എനിക്ക് അതാ ഓർമ്മ വരുന്നത്. നല്ല പ്രായമുണ്ടല്ലോ ഇയാളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല. ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ മനുഷ്യന്റെ മൂഡ് പോയി. ഇനി ട്രെയിലർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയൊക്കെ. ഭാവന സ്റ്റുഡിയോസ്, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. മലയാളികളെ ഇങ്ങനെ വെറുപ്പിക്കാൻ ഈ ഓണത്തിന് ഈ ടീസർ നിങ്ങൾ റിലീസ് ചെയ്യിച്ചല്ലോ. നിങ്ങൾ വലിയവരാണ്, വലിയവർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.